ഹായ്, ഞാൻ ലത. ഇല വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു നടീലുമായിട്ടാണ് വന്നത്. വെണ്ടയ്ക്കയുടെ വിത്താണ് നടുന്നത്. വിത്ത് നട്ട് മുളച്ച് അത് ചെടിയായി വന്ന് അതിൽ പൂവിടുന്നത് വരെയുള്ളതാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക വിത്ത് നടുന്നത് നമ്മൾ കൃഷിഭവനിൽ നിന്നാണ് വിത്ത് വാങ്ങിച്ചത്. അപ്പോൾ വിത്ത് പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തി അതിലാണ് വിത്ത് നടുന്നത്. അപ്പോൾ അതിൽ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ആ മണ്ണാണ് നിറയ്ക്കുന്നത്. അതിൽ ഓരോ വിത്ത് വീതമാണ് ഓരോ കുമ്പിളിൽ നടുന്നത്. അത് നട്ട് നനയ്ക്കുന്നതാണ് കാണുന്നത്. വിത്ത് നട്ട് ഒരാഴ്ച ഏകദേശം കഴിഞ്ഞ് വന്നപ്പോൾ നോക്കിയപ്പോൾ വിത്തുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അതിൽ 2-3 കുമ്പിളിലുള്ള വിത്ത് മാത്രം മുളച്ചിട്ടില്ല, ബാക്കിയൊക്കെ മുളച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിട്ടുണ്ട്. അപ്പോൾ ഇനി അതെല്ലാം പറിച്ച് വേറെ മണ്ണിലേക്ക് നടണം. അപ്പോൾ മണ്ണിലേക്ക് നടണമെങ്കിൽ നമ്മൾ മണ്ണ് കാടൊക്കെ വെട്ടി മണ്ണൊക്കെ തേരി മാടി എടുത്ത് അതിൽ വേണം നടാൻ. അപ്പോൾ അതിനുള്ള പണികൾ വെച്ചാൽ കുറച്ച് പണിയാണത്. ഇത് എന്താ പറയുക, മണ്ണൊക്കെ മഴയും വെയിലും മിക്സ് ആയതുകൊണ്ട് നല്ലോണം സോഫ്റ്റ് ആയിട്ടില്ല മണ്ണ്, കുറച്ച് ഹാർഡാണ്. എന്നാലും വേണ്ടില്ല അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിത് കിളയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കിളയ്ക്കുന്നത് മണ്ണ് 2 തേരിയിലാണ് നടുന്നത്. ഒരു 10-25 വിത്തോളം ഉണ്ട്. അപ്പോൾ അത് നോക്കാം, തേരി മാടിയിട്ട് ബാക്കി കാണാം. ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യാറില്ല. കാരണം നമ്മളെ വീട്ടിലുണ്ടാവില്ല. നമ്മൾ ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു, അത് നിർത്തിയതിന് ശേഷമാണ് ഇപ്പം വീണ്ടും ഇതൊക്കെ ചെയ്യുന്നത്. ആ സമയം നമ്മൾ കൈക്കോട്ട് പിടിച്ചിട്ടുള്ള പണികളൊക്കെ നമുക്കത്ര ചെയ്യാത്തത് കൊണ്ട് കുറേ കാലത്തിന് ശേഷം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്കാവുന്ന നമ്മുടെ കുറച്ച് സ്ഥലത്തല്ലേ, അപ്പം നമ്മളാവുന്നതൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ തേരി മാടി നല്ല ഉയരത്തിലാണ് മണ്ണ് വെട്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വെണ്ടയ്ക്ക തൈകൾ എല്ലാം കറക്റ്റാണോ നോക്കണം. എത്ര തൈകളുണ്ട്, എല്ലാത്തിലും തികയോ, ഇനി വേറെ സ്ഥലം ഇതുപോലെയൊക്കെ തേരി മാടി എടുക്കണമെന്നൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ തൈകൾ വെച്ച് നോക്കിയപ്പം കറക്റ്റാണ്. ഒരു തൈ പോലും എക്സ്ട്രാ സ്ഥലം ആവശ്യം വന്നില്ല. അപ്പോൾ ഇനി അതൊക്കെ ഞാൻ അതിൽ നടുകയാണ്. കുമ്പിളോട് കൂടിയാണ് നടുന്നത്. കാരണം കുമ്പിളിലാകുമ്പം തൈകൾക്ക് ഒന്നും ഒരു ഡാമേജ് ആവില്ലല്ലോ. പിന്നെ വേര് പെട്ടെന്ന് മണ്ണിലേക്ക് ഇറങ്ങിക്കോളും. മണ്ണിൻ്റെ അടിയിൽ ചപ്പൊക്കെ കാടൊക്കെ ഇട്ടത് കൊണ്ട് പെട്ടെന്ന് മണ്ണിലേക്ക് വേരിറങ്ങാനും എളുപ്പമാണല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ഞാനെല്ലാം തൈകളൊക്കെ നട്ട് കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ വിചാരിച്ചു അതിൻ്റെ മുകളിൽ കുറച്ച് വെണ്ണീരിടാമെന്ന്. വെണ്ണീര് ചാരവും മുട്ടത്തോടൊക്കെ നമ്മൾ ചാരത്തിൻ്റെ ആ ചാക്ക് തന്നെ ഇട്ട് വയ്ക്കുന്നുണ്ട്. അത് കൈ കൊണ്ടൊന്ന് പൊടിച്ച് അങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ ചാരമൊക്കെ ഇട്ടു. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചീമക്കൊന്നയുടെ ഇല വയ്ക്കണം. കാരണം നട്ടതിൻ്റെ മോൾ ഭാഗത്ത് കൂടി ഇലക്ട്രിക് കമ്പി ലൈന് പോകുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വീണിട്ട് തൈകളൊക്കെ ഒടിഞ്ഞു പോവുക, അല്ലെങ്കിൽ മണ്ണൊക്കെ തെറിച്ച് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ബുദ്ധിമുട്ടില്ല. അപ്പം അതിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ ഇലകൾ വെക്കുമ്പോൾ ഇലയിലായിരിക്കുമല്ലോ വെള്ളം വീഴുക. അങ്ങനെ ചീമക്കൊന്ന ഇട്ട 2 കാര്യമുണ്ട്. ഒന്ന് നല്ലൊരു ജൈവവളവുമാണ്, പിന്നെ ചെടികൾക്കൊരു സംരക്ഷണവുമാണ്. അങ്ങനെ ഞാൻ തേരീൻ്റെ മുകളിൽ കൂടെ ചീമക്കൊന്നയുടെ ഇലയൊക്കെ വെട്ടി വെച്ച് നല്ല വൃത്തിയാക്കി. അപ്പോൾ ഇനി നട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കണം എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് കാടൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് അത് വീണ്ടും തേരി അതിൻ്റെ മുകളിലേക്ക് മണ്ണ് വെട്ടിയിടുകയാണ് ഇനിയുള്ള ജോലികൾ. അപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പം വെണ്ടയ്ക്ക തൈകളുടെ ചുറ്റും നല്ലോണം കാടുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ കാടൊക്കെ പറിച്ച് കുറച്ച് മണ്ണൊക്കെ കൂട്ടി കൊടുത്തു. കാരണം മഴ പെയ്തപ്പം ചിലതൊക്കെ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അപ്പം വെണ്ടയ്ക്ക തൈകളിൽ പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കായ ഉണ്ടായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.